എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിന്റെയും ഗോമതയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് മിത്രയ്ക്ക് ഒരു വലിയ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ആര്യം മുറിയിലേക്ക് വരുവാണ്. അങ്ങനെ മിത്രയ്ക്ക് വേണ്ടിയിട്ട് ആരിന്റെ ആദ്യത്തെ സമ്മാനം അതൊരു ചുരിദാറായിരുന്നു. ഇതുവരെയായിട്ട് ആരിന് അങ്ങനെ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ സമ്മാനമൊക്കെ ആയിട്ട് മിത്രയുടെ അരിയിലേക്ക് ചെല്ലുന്നത്. പിന്നീട് അത് മിത്രയ്ക്ക് കൊടുക്കുകയാണ്. മിത്രയ്ക്ക് ആദ്യം എന്താന്ന് പോലും മനസ്സിലായില്ല. ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആരും കൊണ്ടേ കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോ ചുരിദാർ കണ്ടിച്ചപ്പോ മിത്രയ്ക്ക് സന്തോഷമൊക്കെ ഉണ്ടായി. പക്ഷെ മിത്രയ്ക്ക് ഒരു ടെൻഷൻ, നീ തനിക്കാണോ ഇനി വേറെ ആർക്കെങ്കിലും ആണോ, ഇങ്ങനെയൊന്നും വാങ്ങി കൊടുത്തിട്ടില്ലോ. പിന്നീട് ആര്യം പറഞ്ഞു, അത് നിനക്ക് തന്നെയാ, നീ ഒന്ന് ഇട്ട് നോക്ക, പാകമാണോ ഇല്ലെന്ന് അറിയാലോ എന്നൊക്കെ പറയണം. അളവൊന്നും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു, ഏകദേശം ഒരു അളവ് വെച്ച് വാങ്ങിയതൊക്കെയാന്ന് പറയണം. നോക്കിക്കഴിഞ്ഞപ്പോ മിത്രയ്ക്ക് മനസ്സിലായി തന്റെ അതേ അളവിനുള്ള, അപ്പൊ തന്റെ രൂപം ആരിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടല്ലേ കൃത്യ അളവിനുള്ള ഡ്രസ്സ് എടുക്കാനായിട്ട് പറ്റുന്നേ, അല്ലെങ്കിൽ അതൊന്നും സാധിക്കില്ലോ. പിന്നീട് മിത്ര പറഞ്ഞ് പൈസ ഇല്ലാത്ത സമയത്ത് ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആരും പറഞ്ഞു, എത്ര നാളായി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇതുവരെയായിട്ടും നിനക്കൊരു ഡ്രസ്സ് പോലും വാങ്ങിയിട്ടില്ല. കാരണം പണം വേണം. ആരിന്റെ കയ്യിലാണെങ്കിൽ എണ്ണിച്ചോട്ട് അപ്പം പോലെ പൈസ കിട്ടുന്നുള്ളൂ. മിത്ര വന്നപ്പോ തൊട്ട് ഇട്ടുകൊണ്ട് ഇറങ്ങിയ ചുരിദാറുകളൊക്കെയാണ് വീണ്ടും വീണ്ടും മാറി മാറി ഇടുന്നത്, അല്ലാതെ വേറെ കൂടുതലായിട്ടൊന്നും വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് അതിന് ഭയങ്കര വിഷമായിരുന്നു. ബാക്കി എല്ലാരും നല്ല നല്ല ഡ്രസ്സ് കിട്ടുകൊണ്ട് നടക്കും, മിത്ര മാത്രം പോരാത്തന്നെ എന്നും കോളേജിലേക്കൊക്കെ പോകുന്നതല്ലേ, അപ്പൊ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഇതുവരെയായിട്ട് അവൾക്കൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അവൾക്ക് വേറെ ആരോടും പറയാനും പറ്റില്ല, അച്ഛനോട് അമ്മയോട് ആരുടെയും പറയാൻ പറ്റില്ല. പിന്നെ തന്നോട് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ അവസ്ഥ കണ്ടിട്ട് അവൾ അങ്ങനെ പറയാറുമില്ല. കാരണം മിത്രയ്ക്കറിയാം ആരും തനിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. ശരിക്കും തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം പഠനം പോലും ഉപേക്ഷിച്ച് ആര്യം നടക്കണം എന്നുള്ളത്. അതൊക്കെ ഓർക്കുമ്പോൾ മിത്രയ്ക്ക് വിഷമമുള്ളതുകൊണ്ടാണ് മിത്ര അതിനെക്കുറിച്ചൊന്നും പറയാത്തെ. അങ്ങനെ ചുരിദാർ കിട്ടിക്കഴിഞ്ഞാൽ മിത്രയ്ക്ക് സന്തോഷമായി. മിത്ര നന്ദിയൊക്കെ പറഞ്ഞപ്പോ ആര്യം പറഞ്ഞു, അതെ നന്ദി വാക്കൊന്നും പറയണ്ട, നമ്മുടെ ഇടയില് അതിന്റെ കാര്യമൊന്നുമില്ലെന്ന് പറയണം. അങ്ങനെ ആര്യം ഉറങ്ങാൻ കിടന്നെങ്കിലും മിത്രയ്ക്കാണെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ആര്യന് ആദ്യമായിട്ട് ഡ്രസ്സ് കൊണ്ട് തന്നില്ലേ, അന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് മിത്ര കുറെ സമയമൊക്കെ ഇരിക്കുന്നുണ്ട്. മിത്രയ്ക്ക് മനസ്സിലായി തന്നോട് ഇഷ്ടമുണ്ട് ആര്യന്. പുറമെ ഇങ്ങനെ ദേഷ്യമൊക്കെ അഭിനയിച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമാണ്. അതാണല്ലോ അങ്കിള് വന്ന് ട്യൂഷന്റെ കാര്യം പറഞ്ഞ് തന്നെ ചീത്ത പറഞ്ഞപ്പോഴും തന്നെ രക്ഷിക്കാനായിട്ട് ആരിനെ അങ്ങോട്ടേക്ക് എടുത്തിയാടിയത്. അല്ലെങ്കിൽ ഒരു കാരണവശാൽ അങ്ങനെയൊന്നും നടക്കില്ലെന്ന് മിത്രയ്ക്കറിയാം. പിന്നീട് പിറ്റേ ദിവസം രാവിലെ, അപ്പൊ അന്ന് വെളുപ്പിനെയാണ് മീനാക്ഷിയും ആകാശവും ഒക്കെ വീട്ടിലേക്ക് വരുന്നത്. ഈ സമയം ബാലൻ എന്ത് ചെയ്യാണ്, പത്രമൊക്കെ വായിച്ചു നോക്കി ഹാളിലിരിക്കുകയാണ്. അപ്പോഴേക്കും ധർമ്മനും അനുസരിയും അങ്ങോട്ട് വന്നു. എന്നിട്ട് അവർ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആകാശം മീനാക്ഷിയും കൂടെ വരുവാണ്. പക്ഷേങ്കിലും ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആകാശിന് ഭയങ്കര ടെൻഷനായിരുന്നു. മീനാക്ഷി ചോദിക്കുകയും ചെയ്തു, എന്താ ആകാശം ഭയങ്കര ടെൻഷനുള്ളൂ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. ബസ് ഇറങ്ങിയപ്പോ തൊട്ടേ ആലോചിക്കുന്ന, എന്തെങ്കിലും ഇവിടെ തുറന്നു പറ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആകാശം ഒന്നും വിട്ടു പറഞ്ഞില്ല. കാരണം അച്ഛൻ വിളിച്ച സമയത്ത് താൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. ഇനി വീട്ടിൽ ചെല്ലുമ്പോ എന്താ കിട്ടാൻ പോണെന്ന് ആകാശിന് നന്നായിട്ടറിയാം. അത് ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് ആകാശ് വരുന്നേ. പക്ഷെ മീനാക്ഷിക്ക് അതറിയില്ലോ. മീനാക്ഷി ഭയങ്കര സന്തോഷത്തില, ബീച്ചിലൊക്കെ പോയി പാർക്കിലൊക്കെ പോയി അടിച്ചു പൊളിച്ചു, അതിന്റെ സന്തോഷത്തില. ഇനി കുറെ വിശേഷങ്ങൾ എല്ലാവരോടും പറയാനൊക്കെ ഉണ്ട്. ആ ഒരു സന്തോഷത്തില് മീനാക്ഷി ഇങ്ങോട്ട് വരുന്നേ. പക്ഷെ മീനാക്ഷിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി ആകാശിന്റെ കാര്യത്തില്. പിന്നെ തോന്നി തനിക്ക് തോന്നുന്നതായിരിക്കും ഓർത്തിട്ട് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ അവരും കൂടെ വന്നു കഴിയുമ്പത്തേനും ഗോമതിയും ആര്യനും മിത്ര എല്ലാരും കൂടെ വരുവാണ്. പിന്നീട് ഗോമതി, ആഹാ വന്നോ രണ്ടുപേരും, വാ ഞാൻ ചായയൊക്കെ എടുത്തരാം, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറയണം. ഇത് കേട്ടതും മിത്ര എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി, യാത്രയൊക്കെ സുഖമായിരുന്നു ചോദിക്കണം. കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം. മിത്ര എന്നാ ബാ നമുക്ക് അകത്തേക്ക് പോകാന്ന് പറയണം. അങ്ങനെ ആകാശം അങ്ങോട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും ബാലൻ പറഞ്ഞു, അവിടെ നിൽക്കുക, നീ എങ്ങോട്ടാ പോണേന്നൊക്കെ ചോദിക്കണം. ഒരു നിമിഷം ആകാശം ഒന്ന് ഞെട്ടിപ്പോയി. ആകാശിന് മനസ്സിലായി ഇനിയിപ്പോ ഇവിടെ അച്ഛന്റെ വക സംഹാര താണ്ഡവമായിരിക്കും നടക്കാൻ പോകുന്നത്. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, മുമ്പ് പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി, അതിന്റെ പേരിൽ ഇവിടെ ഇട്ട് ക്രൂശിച്ച് ഏറ്റവും കൂടുതൽ അത് പീഡനം ഏറ്റുവാങ്ങുന്ന ആര്യനായിരിക്കും, തല്ലുകൊള്ളുന്ന ആര്യനായിരിക്കും. അതൊക്കെ ഓർത്തപ്പോ ആകാശിന് ഭയങ്കര ടെൻഷനായി. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നല്ലേ, അവര് വന്ന് ഒരു ഫ്രഷ് ആയിട്ട് വരട്ടെ. വന്നവിടെ തന്നെ ബാഗും കടിപ്പേടിച്ചോണ്ട് നിൽക്കുകയാണ്. ശരിക്കും മടുത്തു, കാരണം ഒരു രാത്രി മൊത്തം വണ്ടിയിലിരുന്നാണ്. ഗോമതി അത് പറഞ്ഞു. ബാലൻ പറഞ്ഞു, നീ അവിടെ നിൽക്കുക, നിന്നോട് ആരെങ്കിലും എന്നോടും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു ഗോമതിയോട് ചീത്ത പറയണം. പിന്നീട് ആകാശിന്റെ അടുത്ത് എന്നിട്ട് നിന്റെ ഫോണിന് എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ഫോണൊന്നും പറ്റിയില്ല, ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആയെന്ന് ചോദിക്കുക. അത് പിന്നെ കാര്യം പറയടാ, അത് പിന്നെ ചാർജ്, ഓഹോ ചാർജ് ചെയ്ത് സ്വിച്ച് ഓഫ് ആയി പോയതാണോ, ബീച്ചിൽ പോയപ്പോ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാണോ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി ആകാശ. പെട്ടെന്ന് ആകാശ മീനാക്ഷിനെ നോക്കുവാണ്. മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മിത്രയുടെ ഗോമതിയുടെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും രക്തമയം ഇല്ലാതെ നിൽക്കുകയാണ് അവരുടെ മുഖം. കാരണം അവർക്ക് മനസ്സിലായി ശ്രീദേവിയുടെ ഒറ്റ കാരണം ഇനി വലിയ പ്രശ്നം ഉണ്ടാകാനായിട്ട് പോന്നേ. ഒരുപക്ഷെ മീനാക്ഷി പാവം ഓർത്ത് കാണായിരിക്കും, തങ്ങളായിരിക്കും ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ
ബാലേട്ടനെ കാണിച്ചെന്നൊക്കെ. അതൊക്കെ ഓർത്തുമ്പോൾ ഗോമതിക്ക് ഭയങ്കര ടെൻഷനായി. പിന്നീട് പറയടാ, നീ എന്തിനു വേണ്ടിയാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചെന്ന് ചോദിക്കാം. നിന്നെയൊക്കെ ഒരു കാര്യത്തിന് പറഞ്ഞു വിട്ടണം, നീയൊക്കെ ഇങ്ങനെയാ ചെയ്യുന്നല്ലേ, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത മരത്തലേൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും തലയ്ക്കോട്ട് തട്ടൊക്കെ വെച്ച് കൊടുക്കണം. ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷമായി. ശ്രീദേവി അവിടെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ചിരിക്കുവാണ്. ഈ സമയം മീനാക്ഷിക്ക് ആ പാട് സങ്കടമായിപ്പോയി. കാരണം ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് മീനാക്ഷി ആകാശിനോട് എന്താ ആകാശേ, ആകാശ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, അത് പിന്നെ മീനാക്ഷിക്ക് മനസ്സിലായി തന്നോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകാശ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാ അതിന്റെ പേരിലാണ് അച്ഛൻ ഇങ്ങനെ കിടന്ന് ചാടി തുള്ളുന്നുള്ള കാര്യം. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അച്ഛാ ആ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത കാര്യമോ അല്ലെങ്കിൽ അച്ഛൻ വിളിച്ച കാര്യമൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങള് ബീച്ചിലും പാർക്കിലും പോകാതെ നേരെ ആ കാര്യങ്ങളൊക്കെ ചെയ്തേരെന്നൊക്കെ പറയണം. പക്ഷെ ബാലിന് അത് കേട്ടിട്ട് ദേഷ്യം വന്നു. രണ്ടുപേരും കൂടെ ഒത്തോണ്ട് ഓരോ കളികളൊക്കെ നടത്തിയിട്ട് ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് അഭിനയിക്കുന്നു എന്നൊക്കെ ചോദിക്കാം. പിന്നീട് ഗോമതി പറഞ്ഞു, എന്താ ബാലട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? കുട്ടികൾ സന്തോഷമായിട്ട് യാത്ര പോയിട്ട് ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അവർ 2 ദിവസം പോയി 2 ദിവസം സന്തോഷത്തോടെ പോയിട്ട് ഇരുന്നിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണോ പറയണം എന്നൊക്കെ ചോദിക്കാം. നിന്റെ സന്തോഷം, നിനക്കിതൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. പെട്ടെന്ന് ആര്യം പറഞ്ഞു, എന്താ വെച്ചാ ഇങ്ങനെയൊക്കെ? ആകാശേട്ടനും മീനാക്ഷി ചേച്ചി ആദ്യമായിട്ടാണ് ഇങ്ങനെ യാത്ര പോകുന്നത്. അപ്പൊ അവര് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വന്നേനെ, അച്ഛൻ എന്തിനാ ഇങ്ങനെ അവിടെ ദേഷ്യപ്പെടുന്നേ? ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടെന്ന് ചോദിക്കാം. ഇത് നീ ഒരു അക്ഷരം മിണ്ടരുത്, നിനക്കിവിടെ പറയാൻ വോയിസ് ഇല്ലെന്നും പറഞ്ഞോണ്ട് ആരിനെ ചീത്ത പറയണം. ആര്യം പറഞ്ഞു, കാര്യം എവിടെയാണെങ്കിലും ഞാൻ തുറന്നു പറയും, അത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. അതേടാ, നീ നിന്റെ തോന്നിയാസമല്ല സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ ചെയ്യുന്നേ, അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാ. ഇതൊക്കെ കേട്ടപ്പോ ആകാശിന് ഭയങ്കര വിഷമമായിപ്പോയി. ആകാശ് ഇങ്ങനൊന്നും മിണ്ടാ നിൽക്കുക. എന്താടാ നിന്റെ വായിക്കകത്ത് നാക്കില്ലാത്ത, നിന്നെ ഓരോ ജോലി പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നിനക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കുക. അത് പിന്നെ അച്ഛാ, 2 ദിവസം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും അയാള് വരാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പോയെന്ന് പറയാം. അങ്ങനെ നിന്റെ തോന്നിയാസത്തിന് നടക്കാനാ നിന്നെ എന്നോട് പറഞ്ഞു വിട്ടാലേ, നിന്റെ വണ്ടിക്കൂലി മുടക്കി പറഞ്ഞു വിട്ടാലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, ബാലേട്ടാ മതി നിർത്ത്, കുട്ടികളെ മടുത്തു വന്നാലേ എന്ന് പറയാം. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്ന ഇടയ്ക്ക് നീ കയറി നിൽക്കേണ്ട കാര്യമില്ല. പറഞ്ഞായിട്ടുള്ള ഒന്ന് കാര്യം ചെയ്യാം, എന്റെ സ്ഥാനത്ത് നീ നിൽക്കാൻ പറയണം. ഒരു കാര്യം ചെയ്യാം, നിന്റെ സ്ഥാനത്ത് ഞാൻ വന്ന് നിൽക്കാം, നിന്റെ സാരി ഉടുത്തോണ്ട്. അത് മതിയോന്ന് ചോദിക്കാം. എനിക്കിപ്പോ ആ ഒരു വിലയല്ലേ ഇവിടെ ഉള്ളൂ, ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യം നീയൊക്കെ എന്നോട് പറയാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഗോമതിയോട് ദേഷ്യപ്പെടുവാണ്. ഗോമതിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അല്ലാണ്ട് ഇതിന് മാത്രം ദേഷ്യപ്പെടുന്ന എന്തിനാന്ന് മനസ്സിലായില്ല. ഒരു സന്തോഷവരെ യാത്ര പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേനും അവരോട് സന്തോഷത്തോടെ വേണ്ടി സംസാരിക്കാനായിട്ട് മീനാക്ഷിക്ക് ഭയങ്കരമായിപ്പോയി. ആകാശിന് സങ്കടമായിപ്പോയി. പിന്നീട് ആകാശം ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ്. മീനാക്ഷി ആ കൂടെ അങ്ങോട്ടേക്ക് പോയി. മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിക്ക് സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷം. ശ്രീദേവി ആണെങ്കിൽ 2 ചീത്ത അവർ കേട്ടല്ലോ, ഹൈലോടെയൊക്കെ ട്രിപ്പ് കഴിഞ്ഞ് അടിച്ചു പൊളിച്ചല്ലേ, കേൾക്കണമല്ലോ എന്നൊരു ചിന്തയാണ് ശ്രീദേവിയുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ധർമ്മനും ആരിനൊന്നും സഹിച്ചില്ല. ധർമ്മൻ അണുത്തിനടുത്ത് എന്നിട്ട് പറഞ്ഞു, ദേ നിന്റെ ഭാര്യനെ നിലയ്ക്ക് നിർത്താൻ നോക്കിക്കോ, നിന്റെ ഭാര്യ കാരണം ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പൊ തന്നെ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആ ബീച്ചിൽ പോയ ഫോട്ടോസൊക്കെ അതിനെക്കുറിച്ചൊക്കെ അളിയനോട് പറയുന്ന കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എന്ത് ചെയ്യാനാന്ന് പറ. ആനന്ദ് പറഞ്ഞു, അത് പിന്നെ ധർമ്മമാമ വേണ്ട വേണ്ട, കൂടുതൽ പറയണ്ട. നിന്റെ ഭാര്യയ്ക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരിക്കും, പക്ഷെ ഭാര്യനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്തം നിനക്കുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ ദേവമംഗലത്തൊരു അടി തന്നെ നടക്കൂന്ന് പറയണം. ഇത് കേട്ടപ്പം ആനന്ദ് പറഞ്ഞു, ശരി ഞാൻ പറഞ്ഞോളാം മാമ എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ശ്രീദേവിയുടെ എന്നിട്ട് പറഞ്ഞു, എന്ത് പരിപാടിയാ നീ കാണിച്ചേ എന്നൊക്കെ ചോദിച്ചോണ്ട് ശ്രീദേവിന് ചീത്ത പറയുന്നുണ്ട്. നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, അച്ഛന്റെ സ്വഭാവം കണ്ടില്ല എന്നൊക്കെ ചോദിക്കും. നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടല്ലെന്ന്. ഇന്നലെ തന്നെ രാത്രി പറഞ്ഞല്ലേ, അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ പിന്നെ അത് വലിയ കാര്യമായിട്ട് പറഞ്ഞ് അതിന്റെ പേരിൽ കുടുംബത്തിൽ സ്ഥിരം വഴക്കുണ്ടാക്കും. വഴക്കെന്ന് പറയാൻ പറ്റില്ല, അച്ഛന് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടി അച്ഛൻ കിടന്ന് വാദിച്ചുകൊണ്ടിരിക്കും. അതിപ്പം മക്കളെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് അച്ഛൻ ചിന്തിക്കാറ് പോലും ഇല്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയില്ലെന്നൊക്കെ ശ്രീദേവിയോട് പറയണം. അത് കേട്ടപ്പോ ശ്രീദേവി പറഞ്ഞു, പിന്നെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നുമല്ല, ബാലച്ചന്റെ അടുത്ത് ഒന്നും ഒളിച്ചു വെക്കണ്ടല്ലെന്ന് കരുതി പറഞ്ഞ. അതിപ്പോ എന്റെ തലയിലെ കുറ്റമെല്ലാം വന്നിരിക്കുന്നത്. എനിക്കറിയാം അവസാനം ഇങ്ങനെ തന്നെയാ വരുവോളെന്ന്. ഞാനൊരു നല്ല കാര്യമല്ലേ ചെയ്ത ആനന്ദേട്ടാ. അപ്പൊ അത് നല്ല കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മളെ അഭിനന്ദിക്കുന്നതിന് പകരം ഇങ്ങനെയൊക്കെയാണ് പറയണമെന്നൊക്കെ ചോദിക്കുക. എന്റെ വീട്ടുകാരെന്നെ കള്ളം പറയാനൊന്നും പഠിപ്പിച്ചിട്ടില്ല, നല്ലത് മാത്രം ചെയ്യണം, എല്ലാവരോടും സത്യം മാത്രം പറയണം എന്നൊക്കെയാ പഠിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയാം. അതേപോലെ ശ്രീദേവിയുടെ വീട്ടുകാരെ കുറിച്ച് ശ്രീദേവിക്ക് നന്നായിട്ടറിയാം. അച്ഛനമ്മ എടുത്ത കള്ളത്തല പറയുള്ളൂ. അത് മാത്രമല്ല പലിശക്കാരൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും ഓടി ഒളിക്കുകയോ ചെയ്യുന്നത്. എത്രമാത്രം നുണകളൊക്കെ അവരുടെ മുന്നിൽ ശ്രീദേവി പോയി പറഞ്ഞിട്ടുണ്ടെന്ന് ശ്രീദേവിക്ക് പോലും അറിയത്തില്ല. ഇപ്പോഴും കള്ളവും ചതിയായിട്ടാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാ പിടിക്കപ്പെടുന്ന അറിയത്തില്ല. പക്ഷെ അത്രയും കാലം അഭിനയിച്ച് ഇന്നലെ മതിയാവുള്ളൂ. അതുകൊണ്ട് വലിയൊരു അഭിനയം തന്നെ ശ്രീദേവി അങ്ങോട്ട് കാഴ്ചവെക്കുവാണ്.
ആ സമയം മീനാക്ഷിക്ക് ഭയങ്കര വിഷമമായിട്ട് മീനാക്ഷി മുറി വന്നിരിക്കുക. ആകാശ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആകാശത്ത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ ചീത്ത പറഞ്ഞു കഴിയുമ്പോൾ, അതുപോലെ തന്നെ ബുദ്ധിയില്ലാവത്തിനെ മരത്തല എന്നൊക്കെ വിളിച്ചു കഴിയുമ്പോൾ ആർക്കാ സഹിക്കാൻ പറ്റുന്നത്. ഗോമതിയും ഇത്രയും കൂടെ ആശ്വസിപ്പിക്കാൻ വരുവാണ് അങ്ങോട്ടേക്ക്. പിന്നീട് എന്നിട്ട് പറഞ്ഞു സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഗോമതി ആശ്വസിപ്പിക്കാം. മീനാക്ഷിക്ക് സഹിക്കാൻ പറ്റുമോ? മീനാക്ഷി പറഞ്ഞു അതെ 1 മാസം 2 മാസം ഒന്നും പോയിട്ടില്ല, 2 ദിവസമോ പോയിട്ടുള്ളൂ. കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പോവുകയും ചെയ്യുന്ന അതിന് അച്ഛൻ ഇത്രമാത്രം കിടന്ന് ദേഷ്യപ്പെടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്നാലും ഇത് വളരെ കടന്ന കൈയായി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് മീനാക്ഷി അങ്ങോട്ട് ദേഷ്യപ്പെടുവാണ്. ഗോമതി പറഞ്ഞു പോട്ടെ മോളെ എന്നൊക്കെ പറയണം. മിത്ര പറഞ്ഞു എല്ലാത്തിനും കാരണം ശ്രീദേവി ചേച്ചിയാന്ന് പറയണേ. ശ്രീദേവി ചേച്ചിയോ? അതെ, അവരെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയെന്ന് പറയണ. ഗോമതി പറഞ്ഞു ഞാൻ മോൾക്ക് ചായ എടുത്തോണ്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി ചായയൊക്കെ എടുത്തോണ്ട് വന്ന് കൊടുക്കുന്നുണ്ട്. വേണ്ടമ്മേന്നൊക്കെ പറഞ്ഞാലും ഗോമതി നിർബന്ധിച്ച് കൊടുക്കുവാണ്. ഇത് കുടിക്ക്, ഒന്ന് ഫ്രഷ് ആവട്ടെ എന്നൊക്കെ പറയണേ. എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന്. ബാലേട്ടന്റെ സ്വഭാവം അറിയാലോ, ബാലേട്ടൻ ഇങ്ങനെയാന്നൊക്കെ പറയാണ്. ഇത് കേട്ടത് മിത്ര പറഞ്ഞു അതെ അങ്ങളുടെ സ്വഭാവമാണെങ്കിൽ അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് പറയണം. അവർ ഒറ്റ എഴുത്തി കാരണം ഈ പ്രശ്നങ്ങളെല്ലാം, ട്യൂഷന്റെ കാര്യവും പിന്നെ ഈ ഫോട്ടോസിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അച്ഛനോട് ആരാന്നറിയാവോ? ഈ പറയുന്ന ശ്രീദേവി ചേച്ചിയാന്ന് പറയണം. ഇത് കേട്ടപ്പം മീനാക്ഷി ഞെട്ടി. എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക. അതെ, ഞാനും അമ്മയൊക്കെ ഫോട്ടോസ് കണ്ടുകൊണ്ടിരുന്ന കഴിഞ്ഞ സമയത്താണ് ശ്രീദേവി ചേച്ചി അങ്ങോട്ട് കയറി വരുന്നത്. അപ്പം മീനാക്ഷി ചേച്ചിയും ആകാശാണ് കൂടെ പാർക്കിൽ കൂടെ ബീച്ചിൽ കൂടെ ഒക്കെ നടക്കുന്ന ആ ഫോട്ടോസൊക്കെ അവരും കണ്ടു. എന്നിട്ട് അതെല്ലാം വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കൊടുത്തു എന്ന് പറയണം. ഇത് കേട്ടതും മീനാക്ഷിക്ക് ദേഷ്യം അടക്കാൻ പറ്റില്ല. മീനാക്ഷി പറഞ്ഞു അന്നാ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയണം. ഗോമതിക്ക് ടെൻഷനായി. ഇനി ഇതിന്റെ പേര് വല്ല പ്രശ്നം ഉണ്ടാവുന്ന. അവസാനം ഗോമതി വേണ്ടാന്നൊക്കെ പറയണം. മീനാക്ഷി പറഞ്ഞു വേണ്ട, എന്തിയാണെന്ന് എനിക്കറിയാന്ന് പറയണം. അപ്പോഴാണ് ശ്രീദേവി അങ്ങോട്ട് വരുന്നത്. അതെ മടുത്തു വന്നല്ലേ, ഞാൻ മീനാക്ഷിക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചോണ്ട്. ഓ എപ്പോഴും നിങ്ങൾക്ക് ചായ എടുക്കലും ചോറുണ്ടാക്കലും ആണല്ലോ പണിയല്ലേന്ന് ചോദിക്കണം. എന്താ മീനാക്ഷി പറഞ്ഞെന്ന് ചോദിക്കാം. പെട്ടെന്ന് ഗോമതി പറഞ്ഞു ഒന്നുമില്ല, നീ പോവാൻ നോക്കാൻ പറയണം. മീനാക്ഷി പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ, അവിടെ നിൽക്കാൻ പറയാണ്. അല്ല ഞാൻ വേണം ചൂടുവെള്ളം വെക്കാൻ കുളിക്കാനായിട്ട്. അതെ ചൂടുവെള്ളം തിളപ്പിച്ച് എന്നെ കുളിപ്പിക്കാൻ നോക്കണ്ട, എന്നെ കുളിപ്പിച്ച് കിടത്തുവാൻ വേണ്ടെന്ന് പറയണം. അന്തം വിട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് ശ്രീദേവി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ. അതിന്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോകുന്നത്. ഇനി എന്താണെങ്കിലും മീനാക്ഷിയുടെ സംഹാര താണ്ഡവമായിരിക്കും. മീനാക്ഷി മാത്രമല്ല കോമതിയും മിത്രയും കൂടെ എല്ലാരും കൂടെ ചേർന്നിട്ട് അങ്ങോട്ട് വലിച്ചു കീറുന്നുണ്ട് ശ്രീദേവിനെ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.